സാർ കണക്ഷൻ പോയി. എടാ എന്താ പറ്റിയെ? സാർ നെറ്റ് പോയി തോന്നുന്നു. നെറ്റ് കണ്ടില്ലേ കണക്ഷൻ ലോസ്റ്റ്. ഹലോ സാർ. ഇതില് സാറില്ലല്ലോടാ. ഉണ്ടാ? വരുവടാ കിടന്ന് കരയണ്ട. ഏതെങ്കിലും സാറ് കണ്ടാവൂലേ? ഇതില് ആരും ഇല്ലടാ, നമ്മളേ ഉള്ളൂ. കൂവരുതേ, കൂവിയാ പോയി. എങ്ങനെ പബ്ജി കളിക്കാത്തെ? ഇത്രയും നല്ലൊരു പ്രോ പ്ലെയർ വന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നില്ലല്ലോ സിക്കെ. എടാ ദില്ലാട്ടൻ ഐഡിയടാ. എടാ ഏടെ ഞാൻ ദില്ല് പറഞ്ഞു കഴിഞ്ഞാ കിട്ടുന്നുണ്ടോ ഇല്ലോ ഒന്നും പറയുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെയൊന്നും കളിച്ചിട്ടൊന്നുമില്ല. നിന്റെ പിങ്ങല്ലേ? അതല്ല, ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ ലോഡായിട്ട് പോവില്ലേ? ഹലോ, യെസ്. നെറ്റിന്റെ പ്രശ്നമല്ലടാ. ഹലോ. എത്തി എന്റെ നെറ്റ് ഒന്ന് പോയതാണ്. ഹലോ. ആ അല്ലേ? യെസ്, നിങ്ങൾക്ക് സ്ക്രീൻ കാണല്ലോ അല്ലേ? കാണുന്നില്ലേ? ആ ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക്, സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരാം. ഓക്കെ, സ്ക്രീൻ കാണാനല്ലേ? എല്ലാവരും ഇല്ലേ? നെറ്റ് പോയിട്ടുള്ളൂ. ഒരാളൊന്ന് റിപ്ലൈ ചെയ്യാം. കേൾക്കാമോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ. യെസ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ഏരിയാസ് കഴിഞ്ഞു. ഇനി ഡാറ്റാ ബുക്ക് കിട്ടുന്നത് എപ്പോഴാണ് കിട്ടുന്നത് നമുക്ക് അപ്പം അതിന്റെ ഡാറ്റാ ബുക്ക് ബേസ്ഡ് സ്ട്രെസ് കോൺസെൻട്രേഷൻ പ്രോബ്ലം കൂടെ തീർക്കാം. ഓക്കെ, നമുക്ക് മൊഡ്യൂൾ 2 പോവാം. മൊഡ്യൂൾ 2 ബേസിക്കലി ഡീൽസ് വിത്ത് തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെയിൻ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒന്ന് തിയറീസ് ഓഫ് ഫെയിലിയർ, അതിന്റെ കൺസെപ്റ്റ് ആൻഡ് പ്രോബ്ലംസ്. ഓക്കെ, രണ്ടാമത് ഫെറ്റീഗ്, അതിന്റെ കൺസെപ്റ്റ് ആൻഡ് സൈക്ലിക് ലോഡിങ്ങിന്റെ പ്രോബ്ലംസ്. ആണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് കേട്ടിട്ടുണ്ടോ അതിന് മുമ്പ്? എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടോ തിയറീസ് ഓഫ് ഫെയിലിയർ? അല്ലെങ്കിൽ എന്താണ് തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിവൺ? ഫെയിലിയറിന്റെ പഠനം. അത് പേരിൽ തന്നെ ഉണ്ടല്ലോ, ഫെയിലിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ് തിയറീസ് ഓഫ് ഫെയിലിയർ. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ. UTM-ലല്ല. എന്താ ഇതിലെന്താ പറഞ്ഞല്ലോ? UTM-ലെല്ലാം വരുന്ന ഫെയിലിയർ.
ആ UTM-ലൊക്കെ വരുന്ന ഫെയിലിയർ, വൈഷ്ണവ് പറഞ്ഞ മാക്സിമം ലോഡ് വരുന്ന ഫെയിലിയർ, ഇത് ഇങ്ങനെയെല്ലാം ബോട്ടാം ആ എന്ന് പഠിക്കുന്ന ഒരു അല്ല ഇപ്പൊ രണ്ടാളും രണ്ട് കഷ്ണം പറഞ്ഞു. ഞാൻ രണ്ടിനും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. സേഫ്റ്റി ഓക്കെ. ഫാക്ടർ അല്ലേ? ആ സേഫ്റ്റി ഫാക്ടർ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തും ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോ ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പോ നമ്മൾ ഇതുവരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്മൾ മെക്കാനിക്സ് തൊട്ട് തുടങ്ങിയാൽ നമ്മൾ ആദ്യം പഠിച്ചത് ഒരു സിമ്പിൾ ബാറിൽ ഒരു ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ പഠനം തുടങ്ങിയത് അല്ലെ? ഒരു സിമ്പിൾ ലോഡ് പി ഫോർ എ ഒബ്ജക്ട് വിത്ത് എ ക്രോസ് സെക്ഷൻ ഏരിയ എ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് തുടങ്ങി. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയ സമയത്ത് കമ്പൈൻഡ് ലോഡിംഗ് കണ്ടീഷനിൽ എത്തി. അതായത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ അവസാനമൊക്കെ ചെയ്ത പ്രോബ്ലംസ് അതായിരുന്നു കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ, കമ്പൈൻഡ് ബെൻഡിങ് ടോർഷൻ പ്ലസ് ആക്സിയൽ ലോഡ്. അപ്പൊ ഇങ്ങനത്തെ കേസ് അതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് കാണാൻ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോയത് അല്ലെ? അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ റിയൽ ലൈഫ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ? ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് ഡിസൈൻ സിമ്പിൾ ടേംസിൽ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് ദ ഡയമെൻഷൻ, ഇതാണ് എന്റെ മെയിൻ എയിം, ഡയമെൻഷൻ ഓഫ് ദ മെഷീൻ കോമ്പണന്റ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇത്ര ടോർക്ക് അല്ലെങ്കിൽ ഇത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം, അതിന് ഇത്രത്തോളം വെയിറ്റ് താങ്ങാൻ പറ്റണം, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് അത് തന്നിട്ടുണ്ടാവും. ആ കണ്ടീഷൻ ബേസ് ചെയ്ത് നമ്മളൊരു മെഷീൻ ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മെഷീന്റെ ഒരു പാർട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഒരു ഡയമെൻഷൻ ഫിക്സ് ചെയ്യണം. അതിന് മിനിമം ഇത്ര തിക്നെസ് വേണം, അല്ലെങ്കിൽ ഇത്ര ഡയമീറ്റർ വേണം, അല്ലെങ്കിൽ അത് ഹോളോ ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആണ് ഡിസൈൻ എന്ന പ്രോസസ്സിലൂടെ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പൊ ഇൻ ഷോർട്ട് നമുക്ക് പറയാം വി ആർ ആക്ച്വലി ഫൈൻഡിങ് ദ ഡയമെൻഷൻ ഓഫ് ദ മെഷീൻ കോമ്പണന്റ്. ഓക്കെ. അപ്പോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആക്ച്വൽ റിയൽ ലൈഫിൽ ഒരു ഒബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ലോഡിങ് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ അതിലൊരു ആക്സിയൽ ലോഡ് ഉണ്ടാവാം, അതിലൊരു ടോർക്ക് ഉണ്ടാവും, ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും, അങ്ങനെ മൾട്ടിപ്പിൾ ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ. അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഫെയിലിയറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന് എക്സ്പെരിമെന്റലി ചെക്ക് ചെയ്ത് നോക്കാം, എക്സ്പെരിമെന്റൽ മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനലിറ്റിക്കലി ചെക്ക് ചെയ്ത് നോക്കാം, എന്ന് വെച്ചാൽ യൂസിങ് കാൽക്കുലേഷൻ. അപ്പോൾ എക്സ്പെരിമെന്റലി ചെയ്യുന്ന കേസ് എടുക്കാം. നമുക്ക് കേസ് 1 എക്സ്പെരിമെന്റൽ ആണെന്ന് പറഞ്ഞു അല്ലെ? എക്സ്പെരിമെന്റൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതുപോലൊരു എക്സ്പെരിമെന്റൽ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ആ ഒരു ലോഡ് നമുക്ക് അതുപോലത്തെ ഒരു സാമ്പിൾ എലമെന്റ് നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സാമ്പിൾ ബാർ ഉണ്ടാക്കണം, അതിൽ ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യണം, അതേ സമയത്ത് എത്രയാണോ മാഗ്നിറ്റ്യൂഡ് ട്രാൻസ്വേഴ്സ് ലോഡ് കൊടുക്കണം, ടോർക്ക് കൊടുക്കണം, അങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഈ തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എത്രത്തോളം വരുമ്പോഴാണ് ഇത് ബ്രേക്ക് ആവുക, അല്ലെങ്കിൽ എത്ര റൊട്ടേഷൻ വരുമ്പോഴാണ് ഇത് ബ്രേക്ക് ആവുക എന്നൊക്കെ എക്സ്പെരിമെന്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു മെത്തേഡാണ്. പക്ഷെ ഇത് പ്രാക്ടിക്കലി ഫീസിബിൾ ആണോ? നമുക്ക് ഓരോ കോമ്പണന്റും ഓരോ മെഷീനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും പല രീതിയിലായിരിക്കും. അപ്പൊ ഓരോ മെഷീന്റെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിന് സെറ്റപ്പ് സെപ്പറേറ്റ് ഉണ്ടാക്കി അതിൽ ചെക്ക് ചെയ്ത് അത് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് എക്സ്പെരിമെന്റലി അത് ഓരോ കേസിലും ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ഹെർക്കുലൻ ടാസ്ക് അല്ല, നടക്കില്ല. അത് മണ്ടത്തരാണ്, മണ്ടത്തരാണ്. നമ്മൾ ഓരോ തവണ അത്രത്തോളം എക്സ്പെൻസ് കൂടെ ഉള്ളൂ. അതിൽ നല്ലത് കുറച്ച് മുമ്പ് ബ്രേക്ക് ആവുന്നതായിരിക്കും. റൈറ്റ്. അപ്പോ ഫസ്റ്റ് മെത്തേഡ് എല്ലാ കേസിലും പ്രാക്ടിക്കൽ അല്ല, ചില ബാക്കി ഒന്നിലും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അടുത്തൊരു മെത്തേഡ് വേണം. നമുക്ക് അനലിറ്റിക്കലി അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ത്രൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം അല്ലെ? യൂസിങ് കാൽക്കുലേഷൻ. യൂസിങ് കാൽക്കുലേഷൻ നോക്കണമെങ്കിലും യു നീഡ് സം ഡാറ്റാസ് അല്ലെ? സം ബേസിക് ഡാറ്റാസ് വേണം. when you are dealing with a machine component, ആ മെഷീൻ കോമ്പണന്റിന്റെ സർട്ടൻ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. അതിന്റെ മെറ്റീരിയലിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്, അത് ലോഡ് കൊടുക്കുമ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ അറിയണം. ഓക്കെ, ആ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ അണ്ടർ ലോഡിംഗ് കണ്ടീഷൻ
ബിഹേവിയർ ഓഫ് ദ മെറ്റീരിയൽ അല്ല, ബിഹേവിയർ ഓഫ് ദ മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. റൈറ്റ്. അത് അറിയാമെങ്കിൽ നമുക്ക് അനലിറ്റിക്കലി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് അതിനെ ചെക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പൊ വൺ ഓഫ് സച്ച് മെത്തേഡ് ഈസ് കോൾഡ് തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നതാണ്. അതാണ് തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ അനലിറ്റിക്കലി മെറ്റീരിയലിന്റെ പിന്നെ സ്ട്രെസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടൻ തിയറീസ് ആണ്. അതിനാണ് തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് മെറ്റീരിയൽ ഫെയിൽ ആവുക അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ബാർ ചെയ്യുന്നത് അനലിറ്റിക്കലി സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ദിസ് വൺ, തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, നൗ ഫെയിലിയറിനെ നമുക്ക് ബ്രോഡ്ലി 3 തരത്തിൽ തിയറീസ് ഓഫ് ഫെയിലിയർ എന്താണെന്ന് പറയാം. അപ്പൊ നമുക്ക് തിയറീസ് ഓഫ് ബേസിക്കലി ഫെയിലിയർ 3 തരത്തിൽ ഫെയിലിയേഴ്സ് സംഭവിക്കും. ഒന്ന് ഇലാസ്റ്റിക് ഫെയിലിയർ ആണ്. ഇലാസ്റ്റിക് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വലിഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അത് ക്രാക്ക് ഫോം ചെയ്ത് അത് ബ്രേക്ക് ആയി പോകും. ഓക്കെ, ഇത് തന്നെയാണ് ഇലാസ്റ്റിക് ഫെയിലിയർ എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇറ്റ് റിസൾട്ട്സ് ഫ്രം ഇലാസ്റ്റിക് ഫെയിലിയർ റിസൾട്ട്സ് ഫ്രം excessive elastic deformation. Okay, വലിഞ്ഞ് ഡിഫോം ചെയ്ത് അത് ഫെയിൽ ആവും. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫെയിലിയർ അത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലെ. ഒന്ന് ഇലാസ്റ്റിക് ഫെയിലിയർ ആണെങ്കിൽ അടുത്തത് പ്ലാസ്റ്റിക് ഫെയിലിയർ ആണ് അല്ലെ, ശരിയല്ല? രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫെയിലിയർ ഈസ് പ്ലാസ്റ്റിക് ഫെയിലിയർ. റൈറ്റ്. പ്ലാസ്റ്റിക് ഫെയിലിയറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ബ്രിട്ടിൽ മെറ്റീരിയൽസിന് സംഭവിക്കുന്ന ഒരു കേസാണ്. അത് സ്പോണ്ടേനിയസ് ആയിരിക്കും അല്ലെ. സ്പോണ്ടേനിയസ് ആയിട്ട് പെർട്ടിക്കുലർ ലോഡ് കഴിയുമ്പോൾ അത് 2 പീസസ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്തു അല്ലെ. മോർ ദാൻ ഒരു സിംഗിൾ പീസ് ആവാം, മോർ ദാൻ 1 പീസ് ആവാം, അങ്ങനെ ബ്രേക്ക് ചെയ്തു. ഒരു ചോക്കൊക്കെ ഒരു എക്സാമ്പിൾ, വെറുതെ ചോക്ക് നമ്മൾ താഴെ ഇതൊരു 3 പീസായിട്ട് പൊട്ടിപ്പോകുന്നത് കാണാം. അതെ. നൗ തേർഡ് ടൈപ്പ് ഓഫ് ഫെയിലിയർ ഈസ് ഫ്രാക്ചർ ഫെയിലിയർ. Okay. Yeah, yes. Fracture failure breaking of a component into 3 or more pieces. Okay, അതാണ് ഫ്രാക്ചർ ഫെയിലിയർ. അത് ഒരു പിന്നെ സൈക്കിൾ ഉണ്ടാവാം ഫ്രാക്ചേഴ്സ്. റൈറ്റ്. അപ്പൊ ഈ ഒരു 3 ടൈപ്പ് ഓഫ് ഫെയിലിയേഴ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. റൈറ്റ്. നൗ തിയറീസ് ഓഫ് ഫെയിലിയർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സ്പെരിമെന്റലി എല്ലാ കേസും ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല അല്ലെ. അപ്പൊ അനലിറ്റിക്കൽ മെത്തേഡിലേക്ക് പോകണം. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു മെറ്റീരിയൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ലോഡ് ആക്ടിങ് ഇൻ എ മെറ്റീരിയൽ, വി ആർ ഇക്വേറ്റിംഗ് ദാറ്റ് വിത്ത് നമുക്ക് അനലിറ്റിക്കൽ സോൾവ് ചെയ്യണമെങ്കിലും നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ മെറ്റീരിയൽ ബിഹേവിയർ അറിയണം അല്ലെ. നമ്മൾ ഒരു ലോഡ് കൊടുക്കുമ്പോൾ മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ സർട്ടൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സർട്ടൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അനലിറ്റിക്കലിയും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സ്പെരിമെന്റ്, ഓക്കെ, ഏറ്റവും സിമ്പിൾ എക്സ്പെരിമെന്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ടെൻഷൻ ടെസ്റ്റ് ഓർ കംപ്രഷൻ ടെസ്റ്റ്. നമ്മൾ UTM ചെയ്യുന്ന ടെൻഷൻ ടെസ്റ്റ് ഓർ കംപ്രഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോ തിയറീസ് ഓഫ് ഫെയിലിയർ വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഡസ് ഇസ്, ഓക്കെ, so failure നമുക്ക് ഇങ്ങനെ പറയാം, theories of failure can be defined as, well, we can say that it is actually it provides a relationship between theories of failure provides a relationship between strength of the machine component to the complex state of stress, mechanical properties obtained with the mechanical properties obtained from simple tension test. Okay, simple tension test. Okay,
So in പറയാം theories of failure എന്ന് പറഞ്ഞാൽ simply നമുക്ക് ഇങ്ങനെ define ചെയ്യാം. It actually provides a relationship between, right? It provides a relationship between the strength of a machine component to the state of stress. Strength of the machine component subjected to the complex state of stress with the met properties obtained from the tension test. Okay, so in short, see, when you suppose you have a material which is subjected to a complex state of stress, a complex state of stress, something like this, or load and or torsion T and or vertical load, some P1 and okay. So this is a condition where a complex state of stress is acting, right? Now, so for this condition, now you can find the maximum stress acting at on this material, right? So you can equate this maximum stress, okay. Theories of failure, this maximum stress, okay, the maximum stress equated with it provides a theories of failure, different theories of failure, it provides a relationship between the maximum stress, okay, maximum stress അതുപോലെ നമ്മളെ ടെൻഷൻ ടെസ്റ്റ് കിട്ടുന്ന റിലേഷൻസ് ഒരു അല്ലെങ്കിൽ ടെൻഷൻ ടെസ്റ്റ് കിട്ടുന്ന റിസൾട്ട് തമ്മിലുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു പാലമാണ് ഈ തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ഇത് മെറ്റീരിയൽ, ഇത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് പിന്നെ മൈൽഡ് സ്റ്റീൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മൈൽഡ് സ്റ്റീൽ മെറ്റീരിയൽ എടുത്തു, ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് മാക്സിമം സ്ട്രെസ് കണ്ടെത്താൻ പറ്റും, റൈറ്റ്? നൗ സിമിലർലി മൈൽഡ് സ്റ്റീൽ എന്ന മെറ്റീരിയലിനെ എനിക്ക് UTM വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ, അതിന് ഞാനൊരു ആക്സിയൽ ലോഡ് P അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, UTM അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഏതാണ്ട് ഇതുപോലെ കിട്ടും, റൈറ്റ്? സോ ദാറ്റ് വിൽ ഗീവ് മീ yield point ഫോർ ദ മൈൽഡ് സ്റ്റീൽ മെറ്റീരിയൽ. അതിന്റെ yield point അല്ലെങ്കിൽ yield സ്ട്രെസ് വാല്യൂ എനിക്ക് തരും. അതുപോലെ തന്നെ ദാറ്റ് വിൽ ഗീവ് മീ ദ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇത് മെറ്റീരിയലിന്റെ രണ്ട് അതിന് താങ്ങാൻ പറ്റാത്ത മാക്സിമം സ്ട്രെസ് വാല്യൂസ് ആണ്. ഒന്ന് yield സ്ട്രെസ്, നമ്മൾ ഇൻ ഷോർട്ട് നമ്മൾ ഡിസൈൻ സ്ട്രെസ് എന്നും കൂടെ പറയും. ഓക്കെ, ഡിസൈൻ സ്ട്രെസ്. സോ UTM കിട്ടുന്ന ഈ റിസൾട്ടും ഇതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സും തമ്മിൽ ഒരു സെറ്റ് ഓഫ് റിലേഷൻഷിപ്സിനാണ് തിയറീസ് ഓഫ് ഫെയിലിയർ. ഇൻ ജനറൽ അതിനാണ് നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയർ. ഓക്കെ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള പല ആളുകൾ ഏതാണ്ട് 5ഓളം പേര് തന്ന് അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് വെച്ച 5 ഡിഫറെന്റ് തിയറീസ് ഓഫ് ഫെയിലിയർ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, മനസ്സിലാവും? ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ, പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല? യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ ദിനിൽ പറഞ്ഞതും വൈഷ്ണവ് പറഞ്ഞതും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. മാക്സിമം സ്ട്രെസ് ആക്ട് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞത്. ദിനിൽ പറഞ്ഞത് എന്താണ്, പിന്നെ UTM ആയിട്ടുള്ള ബന്ധപ്പെടുത്തലാണ്, അല്ലെ? അപ്പോ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തതാണ് തിയറീസ് ഓഫ് ഫെയിലിയർ. എക്സ്പെരിമെന്റിൽ കിട്ടിയ നമ്മുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് പറയുന്നത് UTM ടെസ്റ്റ് ചെയ്ത് കിട്ടിയ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്, റൈറ്റ്? അപ്പോൾ എല്ലാ മെറ്റീരിയലിന്റെ കേസിലും, ബീറ്റ് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ആയിക്കോട്ടെ, ഏത് മെറ്റീരിയലും UTM ടെസ്റ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആർ അവൈലബിൾ. ഓക്കെ, സോ തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആക്ച്വൽ കേസും പിന്നെ UTM കിട്ടിയ റിസൾട്ടും തമ്മിലുള്ള ഒരു പാലം, അതാണ് തിയറീസ് ഓഫ് ഫെയിലിയർ. Okay, basically there are 5 such theories of failure. Okay, അപ്പൊ നമുക്ക് ഓരോ തിയറീസ് ഓഫ് ഫെയിലിയർ എന്താണെന്ന് നോക്കാം. So basically there are 5 such theories of failure. Right. So നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണിത്. Okay, so നമുക്ക് ഫസ്റ്റ് ഡിഫറെന്റ് തിയറീസ് ഓഫ് ഫെയിലിയർ നോക്കാം. Okay, തിയറി failure. Okay, so the first theory of failure എന്ന് പറയുന്നത് it is maximum principal stress theory. It is maximum principal stress theory. Principal stress theory, or it is also called Rankine's theory. Rankine's theory. Okay, കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നത് റാങ്കൈൻ എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു സയന്റിസ്റ്റ് ആണ് നമുക്ക് ഇതിന്റെ ഈ ഒരു റിലേഷൻ ഈ ഒരു പിന്നെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ തിയറി അദ്ദേഹത്തിന്റെ പേരിലും കൂടെ ആണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ സെക്കൻഡ് തിയറി ഈസ് കോൾഡ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് maximum shear stress theory, or it is also called
Tresca and Gust theory. Tresca and Gust theory. Because it was proposed by Tresca and Gust. Okay. And the third theory is distortion energy theory. Distortion energy theory. Okay. Or it is also called Huber von Mises. Huber von Mises and Hecke's theory. Because this theory is proposed by Huber von Mises and Hecke. Okay. And the fourth theory is maximum strain theory. Maximum strain theory. Or it is also called Sane-Warens theory. Sane-Warens theory. And the fifth one is maximum strain energy theory. Maximum total strain energy theory. Energy theory, or it is also called a Higgs theory. Higgs theory. Okay. അപ്പോൾ ഇവരെല്ലാരും ചെയ്തത് ഇവരുടേതായ എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട് ഇവര് കുറച്ച് തിയറീസ് പിന്നെ പ്രൊപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇവര് ഓരോരുത്തരും പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കാം ഇത് ഫെയിൽ ആവുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ ടെൻഷൻ ടെസ്റ്റിന്റെ റിസൾട്ടും അതുപോലെ ഒരു മെറ്റീരിയൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സും തമ്മിൽ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓരോരുത്തർ അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെ അതുപോലെയാണ് എടുക്കുന്നതെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഡയമെൻഷൻ വാല്യൂസ് നമുക്ക് കിട്ടും എന്നാണ് ഓരോരുത്തരും പറഞ്ഞത്. ഓക്കെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വൺ ബൈ വൺ അത് എല്ലാം ക്ലിയർ ആവും. Okay, now starting with the first one, maximum principal stress theory. Okay, starting with the first one, which is your maximum principal theory. Maximum principal stress theory. Okay, so in the statement again, theory states that, okay, theory states that the failure of a mechanical, failure of a mechanical component, note ചെയ്യാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഏരിയ. States that the failure of a mechanical component subjected to biaxial and triaxial stresses occur when the ഇനിയാണ് മെയിൻ സ്റ്റേറ്റ്മെന്റ് വരുന്നത്, maximum principal stress reaches the yield or ultimate strength of the material, or ultimate strength of the material. Okay, so പറഞ്ഞ കാര്യത്തിലാണ് material when a material is subjected to biaxial or triaxial. Biaxial എന്ന് പറഞ്ഞാൽ 2-dimensional stress condition. സിഗ്മ എക്സ് സിഗ്മ വൈയും മാത്രം വരുന്ന കേസാണ് ബൈആക്സിയൽ സ്ട്രെസ് കണ്ടീഷൻ. ഓക്കെ. അല്ലെങ്കിൽ രണ്ടാമത്തെ പറഞ്ഞ ബൈആക്സിയൽ ആവാം അല്ലെങ്കിൽ ട്രൈആക്സിയൽ ആവാം. ട്രൈആക്സിയൽ ആണെങ്കിൽ ഇറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു 3 സ്ട്രെസ്സസ്, സിഗ്മ എക്സ് സിഗ്മ വൈയും സെറ്റും വരുന്ന 3 കണ്ടീഷൻ, അതെന്ന് വെച്ചാൽ 3-dimensional കണ്ടീഷൻ. ഓക്കെ. അപ്പൊ ഒരു 2-dimensional കണ്ടീഷൻ ആയാലും 3-dimensional കണ്ടീഷൻ ആയാലും പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ ഫെയിലിയർ, ഓക്കെ, മെക്കാനിക്കൽ കോമ്പണന്റ് occur when, എപ്പോഴാണ് ഫെയിലിയർ ഉണ്ടാവുക, when maximum principal stress reaches the yield or ultimate strength of the material. Okay, എന്ന് വെച്ചാൽ of the material subjected to tension test. Okay, subjected to the tension test. Okay, അപ്പൊ ഇതാണ് ഇവിടുത്തെ പിന്നെ ഓക്കെ. ഇപ്പൊ ഇവിടെ പറയുന്ന കാര്യം ഇപ്പൊ രണ്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയി. ഓക്കെ, when a body is subjected to biaxial or triaxial stresses, അതിലെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. മാക്സിമം അത് ഫെയിലിയർ ഉണ്ടാവുന്നത് പുള്ളി പറയുന്നത് ദാറ്റ് വിൽ ഫെയിൽ, എപ്പോഴാണ് ഫെയിൽ ആവുക, when
the maximum principal stress reaches the yield ultimate strength. മെറ്റീരിയലിന്റെ yield strength, അതായത് UTM ന്ന് കിട്ടുന്ന വാല്യൂസ് ആണ് അതൊക്കെ. yield strength ഉം ultimate strength. എപ്പോഴാണോ ആ വാല്യൂ എന്ന് വെച്ചാൽ നമ്മളിപ്പോ കർവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈൽഡ് സ്റ്റീലിന്റെ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ ന്റെ വാല്യൂ എപ്പോഴാണോ yield strength അല്ലെങ്കിൽ ultimate strength, അങ്ങനെയാണോ, ഓർ ultimate strength എപ്പോഴാണോ yield അല്ലെങ്കിൽ ultimate എത്തുന്നത്, ആ പോയിന്റിൽ മെറ്റീരിയൽ will fail. Okay, the failure will occur when the maximum principal stress value is reaching the yield point. Okay, so that means, so പുള്ളി പറഞ്ഞ കാര്യത്തിലാണ്. So for a triaxial condition, നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. So for a triaxial stress conditionലേക്ക് കൊണ്ടുവരാം. For a triaxial stress condition, okay, triaxial stress condition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the material is subjected to 3-dimensional state ആണ്. It is subject to sigma y and sigma z. Okay, so in this condition, for a triaxial stress condition, നമുക്കറിയാം there will be 3 principal stress. ഈ കേസിലെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ബൈആക്സിയൽ ആണെങ്കിൽ 2 പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവുക, 3 ആക്സിസ് അനുസരിച്ച് നമുക്ക് 3 പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവും അല്ലെ. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് let it be sigma 1, sigma 2 and sigma 3, and let sigma 1 greater than sigma 2 greater than sigma 3 എന്ന് വെച്ചാൽ നമുക്ക് 3 സമയമായിരിക്കും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉണ്ടാവും, റൈറ്റ്. സോ നമ്മൾ ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് when the maximum principal stress അല്ലെ, അപ്പൊ ഇത് ഏതാണോ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് will occur when, എപ്പോഴാണ് failure occurs when your sigma 1 reaches the yield tensile strength, ultimate tensile strength, right. മെറ്റീരിയൽ ഫെയിൽ ആവുന്നത് എപ്പോഴാണ് sigma 1 വാല്യൂ yield tensile അല്ലെങ്കിൽ ultimate tensile ആവുന്ന പോയിന്റിലാണ് മെറ്റീരിയൽ will fail. ഓക്കെ, നമ്മള് പിന്നെ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരു മൈൽഡ് സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ material will fail, material will fail when sigma 1, okay, sigma 1 reaches the yield tensile strength. Okay, പക്ഷെ നമ്മൾ ആക്ച്വലി നമ്മളൊരു പിന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു കോമ്പണന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 100 മെഗാ പാസ്കൽ ആണ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു കോമ്പണന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ 100 മെഗാ പാസ്കൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 80 മെഗാ പാസ്കൽ പിന്നെ മാക്സിമം വരുന്ന രീതിയിലാണ് നമ്മളത് ഡിസൈൻ. 100 വരെ പോയാലും അത് സേഫ് ആയിട്ട് നിൽക്കണം, ഓക്കെ. അല്ലെങ്കിൽ 100ന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചാൻസസ് ആർ ദാറ്റ് ഇറ്റ് ക്യാൻ ഫെയിൽ അറ്റ് എനി മൊമെന്റ്, അല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വിൽ ഇൻട്രൊഡ്യൂസ് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി to make it safe, okay, to make the component the dimension. So to determine the dimensions, what you can do is you can divide the dimension can be obtained by using the relationship sigma 1 is equal to yield tensile strength divided by factor of safety, okay, or sigma 1 is equal to ultimate tensile strength divided by factor of safety. Okay, if it is subjected to compression, okay, if it is subjected to compression, equation ingane aayirikkum, so sigma 1 will be equal to yield tensile strength for compression divided by T, or sigma 1 is equal to ultimate tensile strength for compression divided by factor of safety. Okay, so as per Rankine's formula, നമുക്കൊരു കോംപ്ലക്സ് സ്റ്റേറ്റ് ആണെങ്കിൽ ഡിറ്റർമിൻ എന്ത് ചെയ്യുക, ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിന്റെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനെ കണ്ടുപിടിക്കുക, അതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് നോക്കുക. ഓക്കെ, ഈക്വേറ്റ് ദാറ്റ് വിത്ത് മെറ്റീരിയലിന്റെ yield tensile strength ഡാറ്റ ബുക്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഗിവൺ ഡാറ്റ ആയിരിക്കും. ഓക്കെ, ഈക്വേറ്റ് ദാറ്റ് വിത്ത് yield tensile strength by factor of safety and find the dimension. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇവിടെ ഉണ്ടോ, കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ അല്ലേ? ഇവിടെ പറയടാ, പറയണ്ടേ എന്താ? എല്ലാവരും ഉണ്ടോ?
യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. 50 പേരല്ലോ അല്ലേ? ആ അതെ. ഓക്കെ. അപ്പൊ ഇത് തിയറി ഓഫ് ഫെയിലിയർ. ഈ ഫസ്റ്റ് തിയറി ഓഫ് ഫെയിലിയർ ഇസ് ബെസ്റ്റ് അപ്ലിക്കബിൾ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽസ്. ഓക്കെ, ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ കേസിൽ ഈ തിയറി ഓഫ് ഫെയിലിയർ കറക്റ്റ് ആണ്. പക്ഷെ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ അത്രത്തോളം പ്രോപ്പർ അല്ല. കാരണം ഞാൻ പറഞ്ഞു ഇതൊക്കെ 5 ഡിഫറെന്റ് ആളുകൾ സജസ്റ്റ് ചെയ്ത 5 മെത്തേഡുകളാണ്. ഇത് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. തിയറീസ് അവർ മുന്നോട്ട് വെച്ച കുറെ തിയറീസ് ആണ്. അപ്പൊ ഫസ്റ്റ് തിയറി നോട്ട് ചെയ്യേണ്ട കാര്യം, ഇറ്റ് ഇസ് ബെസ്റ്റ് അപ്ലിക്കബിൾ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽസ്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഇസ് അപ്ലിക്കബിൾ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽസ്. അത് നോട്ട് ചെയ്യാം, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അപ്ലിക്കബിൾ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽസ്. ഓക്കെ, നിങ്ങൾ തന്നെ പറ, എന്തായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി? രണ്ടാമത്തെ തിയറി മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ആയിരുന്നു, ട്രസ്ക ആൻഡ് ഗസ് തിയറി അല്ലെ? എന്തായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ്? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, എന്തായിരിക്കും? മാക്സിമം ഷിയർ സ്ട്രെസ് വളരെ പ്ലെയിൻ ആയിട്ട് നീ ചോദിച്ചായിരുന്നു. അങ്ങനെയല്ല, ഏതാണ്ട് കറക്റ്റ് തന്നെ. എപ്പോഴാണ് ഫെയിൽ ആവുന്നത് വെച്ചാൽ അടുത്ത മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി പറയുന്നത് വെച്ചാൽ സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ബൈആക്സിൽ അല്ലെങ്കിൽ ട്രൈആക്സിൽ സ്ട്രെസ് കണ്ടീഷൻ, the material will fail. എപ്പോ the material will fail when പറഞ്ഞ കാര്യം തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടോമാക്സ് ആക്ടിങ് ഓൺ ദ മെറ്റീരിയൽ ഈക്വൽ ടു ഏതിനായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്? മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ ഏതില് UTM നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ ആ വാല്യൂലെ മാക്സിമം ഷിയർ സ്ട്രെസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, when that equals, okay, when that become equal to maximum shear stress in the standard specimen. Okay, നമ്മൾ ഫസ്റ്റ് കേസിൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിരുന്നു, രണ്ട് കേസിൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് ആയിരുന്നു അല്ലെ? ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് അവിടുത്തെ മാക്സിമം സ്ട്രെസ് ആയിരുന്നു. അതേ സമയത്ത് ഇവിടെ എന്താ എടുക്കണം? മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി പറയുമ്പോൾ equated with the maximum shear stress in the standard specimen. ഓക്കെ, അതായത് ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബാക്കി 4 തിയറീസ് ഓഫ് ഫെയിലിയറും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരാം. നിങ്ങൾ കൂടെ തന്നെ വായിച്ചോ, കുറച്ച് കണ്ടന്റും കൂടെ വന്നു. സംഭവം ടോപ്പിക് വളരെ വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ പ്രോബ്ലം അതിലും സിമ്പിൾ ആണ്. കാരണം ഇതിലെ ഈ ഡാറ്റ തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ കേസിൽ നിങ്ങൾക്ക് ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഡാറ്റാ ബുക്കിൽ കംപ്ലീറ്റ് 5 തിയറീസ് ഓഫ് ഫെയിലിയറിന്റെ ഇക്വേഷൻസും ഡാറ്റാ ബുക്കിൽ വളരെ വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റും ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയ അല്ല ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ഇല്ല, പക്ഷെ 5 ഇക്വേഷൻസ് ഉണ്ട്. അതേപോലെ പ്രിൻസിപ്പൽ സ്ട്രെസ് കാണേണ്ട അതിന്റെ നമ്മുടെ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അതും അതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ആ ഡാറ്റാ ബുക്ക് നല്ല എടുത്താൽ മാത്രം മതി. റീജിയൻ 50 അടക്കം അതിന്റെ ഗ്രാഫ് അടക്കം ഈ ഡാറ്റാ ബുക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സാധനം വലിയ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രൊവൈഡഡ് യു ഹാവ് ദ ഡാറ്റാ ബുക്ക്. ഓക്കെ, റൈറ്റ്. അപ്പോ തിയറീസ് നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം നോക്കാം. നമുക്കൊന്ന് അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ്, ഞാൻ വിളിക്കാം. ഓക്കെ, അഭിരാം. Present sir. അഭിരാം. Present sir. ആദർശ്. Present sir. അബിൻ ജോഷി. ആദർശ്. Adarsh അക്ഷയ്. present sir. അക്ഷയ്. അക്ഷയ് കെ എം ഇല്ല. ആൽബിൻ. Present sir. ആൽബിൻ ഇല്ല. Sir. ഓക്കെ, അമൽ കെ പി. Present sir. അമൽ അമൽ കെ സന്തോഷ്. Sir present sir. Present. കിട്ടുന്നില്ല. ആരാതില്ലേ? അമൽ കെ സന്തോഷ.